ഹലോ ഓൾ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് ആണ് ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻ. സോ നമുക്കറിയാം, നമ്മൾ പല പല ആക്ടുകൾ അല്ലെ പല പല സെക്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പല ഇപ്പൊ പണിഷ്മെന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് നോക്കുമ്പോൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ BSAയിൽ തന്നെ, നമ്മളിപ്പോ BSAയുടെ കാര്യമാണ് പറയുന്നത്, സോറി, BNSന്റെ കാര്യമാണ് പറയുന്നത്. BNSൽ എന്താണ്, പല പല സെക്ഷൻസിലും കുറെ വേർഡ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. ആൻഡ് അതിന്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ജനറൽ എക്സ്പ്ലനേഷനും, കുറച്ച് ടേംസിന്റെ എക്സ്പ്ലനേഷൻസും അതുപോലെ തന്നെ എന്താണ് അതുകൊണ്ട് ബൈ ലോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഡെഫിനിഷനും ജനറൽ എക്സ്പ്ലനേഷനും നമ്മൾ പറയുന്നത്. കാരണം ചിലപ്പോ ഈ പറഞ്ഞ ലോസ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാം. നമുക്കറിയാം, ഈ കോർട്സ് ആണ് ഈ പറഞ്ഞ ലോസ് ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പം ഇന്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കൺഫ്യൂഷൻസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ കുറച്ച് ഡെഫിനിഷൻസ് ആണ് നിങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ചൈൽഡ്. ചൈൽഡിനെ പറ്റിയിട്ട് സെക്ഷൻ 2 ക്ലോസ് 3 ഓഫ് BNSലാണ് എന്താണ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. In the Bharatiya Nyaya Sanhita 2024, the term child is legally defined as any person who has not completed 18 years of age. This definition plays a crucial role across various provisions of the BNS, particularly in sections that deal with offences involving minors, criminal liability, and special protections afforded to children. So BNSൽ ചൈൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന്റെ ലീഗൽ ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ 18 വയസ്സ് തികയാത്ത അല്ലെങ്കിൽ 18 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളെയാണ് നമ്മൾ ഒരു ചൈൽഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി എന്തിനൊക്കെയാണ് ഈ പറഞ്ഞ ചൈൽഡിനെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ മൈനർ ആണോ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പേഴ്സൺ, മൈനർ ആണോ മേജർ ആണോ നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? ഇഫ് ദാറ്റ് പേഴ്സൺ ഹാസ് കംപ്ലീറ്റഡ് 18 ഇയേഴ്സ് ഓഫ് ഏജ്, നമ്മൾ പറയും അത് മേജർ ആണെന്ന് പറയും. 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. 18 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ മൈനർ എന്നായിരിക്കും പറയുന്നത്. അപ്പൊ മൈനർ ഇൻ കേസ് എന്തെങ്കിലും ഒരു കുറ്റത്തിന് വിക്ടിം ആവുകയോ അല്ലെങ്കിൽ അക്യൂസ്ഡ് ആവുകയോ ആയിക്കോട്ടെ, രണ്ടായാലും അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? സ്പെഷ്യൽ പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നുണ്ട്. സോ അതിനു വേണ്ടിയിട്ടാണ് ചൈൽഡ് ആരാണ് എന്നുള്ള ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ മൈനർ ഒന്നെങ്കിൽ വിക്ടിം ആകാം അല്ലെങ്കിൽ അക്യൂസ്ഡ് ആകാം. എനി കേസ് അവർക്ക് നമ്മളൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ബൈ ലോ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള കേസുകളിൽ നമുക്കിപ്പോ ഒരാൾ വന്നു, 12 വയസ്സുള്ള ഒരു കുട്ടീനെ വിക്ടിം ആയിട്ട് വന്നു. അപ്പൊ നമുക്കറിയാം ആ കുട്ടി മൈനർ ആണ്. സോ മൈനറിന് എന്താണ് നമ്മളുടെ ലോ ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്രിമിനൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ മൈനേഴ്സ് അല്ലെങ്കിൽ 18 വയസ്സ് തികയാത്ത ഒരു കുട്ടി എന്ത് കുറ്റം ചെയ്താലും നമ്മളത് അത്ര സീരിയസ്നെസ്സിൽ കാണാറില്ല. നമ്മൾ ആദ്യം നോക്കും ആ കുട്ടിക്ക് അങ്ങനെയുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ബോധം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി മൈനർ ആണോ മേജർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതാണ് ചൈൽഡിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ പേർപ്പസ് ആൻഡ് ഇമ്പോർട്ടൻസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൈൽഡിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചൈൽഡ്സിന് ഒരു സ്പെഷ്യൽ കെയർ നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? The BNS 2024 adopts this definition to ensure consistency with international standards like the UN Convention on the Rights of the Child, which India has ratified. അപ്പൊ നമുക്കറിയാം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പല പല കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഡിഫറെന്റ് കൺട്രീസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അവര് അഡോപ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അത് നല്ലതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ പറഞ്ഞ ചൈൽഡിന് സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത് UN കൺവെൻഷൻ ഓൺ ദ റൈറ്റ് ഓഫ് ദ ചൈൽഡ്, UNCRC നോക്കിയിട്ടാണ്. അതാണ് നമ്മളുടെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത്, അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒരു എവിടെ നിന്നാണ് ഈ ചൈൽഡിന്റെ ഇമ്പോർട്ടൻസ് വന്നിട്ടുള്ളതാണ്, അത് അത്ര ഇമ്പോർട്ടൻസ് അല്ല. Then it ensures that any person under the age of 18 is presumed to need special legal protection and may not be held to the same standard of criminal responsibility as an adult. അല്ലെ, ഒരു ചൈൽഡ്, അതായത് 18 വയസ്സിന് താഴെ ഒരു കുട്ടിക്ക് നമ്മൾ അത്രയും ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇപ്പൊ 18 വയസ്സിന് താഴെ ഒരു കുട്ടിയാണ് എന്തെങ്കിലും കുറ്റം ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു അഡൾട്ടിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആ കുട്ടീനെ ട്രീറ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ ആ കുട്ടി ഒരു വിക്ടിം ആണെങ്കിലും അങ്ങനെ ട്രീറ്റ് ചെയ്യില്ല. അതുപോലെ തന്നെ അക്യൂസ്ഡ് ആണെങ്കിലും നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യില്ല. ഒരു അഡൾട്ടിന് കൊടുക്കുന്ന ഇതല്ല നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്നത്. പിന്നെ ചില എക്സെപ്ഷൻസ് ഉണ്ട്.
അത് ജുവനൈൽ പ്രൊവിഷൻസിനകത്ത് പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. ദെൻ ആപ്ലിക്കേഷൻ BNS എന്തിനൊക്കെയാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്? ഇപ്പം സെക്ഷൽ ഒഫൻസസ്, സെക്ഷൻസ് റിലേറ്റഡ് ടു റേപ്പ്, സെക്ഷൽ അസോൾട്ട് ഓർ ട്രാഫിക്കിംഗ് ഹാവ് എൻഹാൻസ്ഡ് പണിഷ്മെന്റ് വെൻ ദ വിക്ടിം ഇസ് എ ചൈൽഡ്. അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയാണ് ഈ പറഞ്ഞ സെക്ഷൽ ഒഫൻസിന് വിക്ടിം ആകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബൈ ലോ അവർക്ക് നമ്മൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം 12 വയസ്സിന് താഴെ ഒരു കുട്ടീനെ ആരെങ്കിലും റേപ്പ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്താണ്? ഡെത്ത് പെനാൽറ്റി വരെ പോകാം. സോ എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആണ് 18 വയസ്സിന് അടിയിലുള്ള കുട്ടീനെ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ്. ദെൻ കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡക്ഷനിൽ പറയുന്നത് എന്താണ്? The BNS defines specific offences such as kidnapping a child from lawful guardianship which are considered more serious. അല്ലെ, ഇപ്പൊ ഒരു അഡൽട്ടിനെ കിഡ്നാപ്പ് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ സീരിയസ് ഒഫൻസ് ആണ് ഒരു കുട്ടീനെ കിഡ്നാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്ഡക്ട് ചെയ്ത് വെക്കാന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ എന്തിനാണ് ചൈൽഡ് എന്നൊരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാല് ഒരു അഡൽട്ടിന് ഒരു കാര്യം ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു ചൈൽഡിനെ നമ്മൾ എന്തെങ്കിലും ഒരു വിക്ടിം ആക്കുന്നതിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കിട്ടുന്ന പണിഷ്മെന്റ്സിന് നല്ല ഡിഫറൻസ് ഉണ്ട്. സോ അപ്പം ഇൻ കേസ് പറ്റിയ ആള് ഇപ്പൊ ഒരു കുട്ടി വരികയാണ്, ആ കുട്ടി മേജർ ആണോ മൈനർ ആണോ എന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കുന്നത്? നമ്മൾ പറയാണ് ദാറ്റ് ഈ കുട്ടി 18 വയസ്സിന് താഴെ വരികയാണെങ്കിൽ നമുക്ക് പറയാം ബൈ ലോ അതൊരു ചൈൽഡ് ആണ് എന്ന് പറയാം. അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ളത്. ദെൻ കൺസെന്റ് ഈസ് ഇറലവന്റ്. അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീന്റെ കൺസെന്റ് നമ്മൾ റെലവന്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതായത് അത് ഏതായിക്കോട്ടെ, ഈവൻ ഒരു കോൺട്രാക്റ്റിന് കയറാനായാലും എന്തൊരു കാര്യത്തിനും 18 വയസ്സിന് താഴെയാണോ അയാളുടെ ഏജ്, അവരുടെ കൺസെന്റ് ഒരിക്കലും നമ്മൾ എടുക്കില്ല. അത് വോയിഡ് ആബ് ഇനിഷ്യോ എന്നാണ് പറയുന്നത്, ഈവൻ ഒരു കോൺട്രാക്ട് ആണെങ്കിലും. സോ ഇൻ ഒഫൻസസ് ലൈക്ക് റേപ്പ്, if the victim is under 18, consent is not a valid defense as the child is presumed incapable of giving legal consent. കാരണം അവർക്ക് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ഒരു പ്രാപ്തി ആയിട്ടില്ല എന്നാണ് നമ്മളുടെ ലോ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ കൺസെന്റ് ഏതൊരു കാര്യത്തിനായാലും അവരുടെ കൺസെന്റ് ഇറലവന്റ് ആണ്. ദെൻ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റിയിൽ എന്താ പറയുന്നത്? ആ ഒരു കുട്ടീനെ നമ്മൾ 18 വയസ്സിൽ താഴെ ഒരാളെ നമ്മൾ ഒരിക്കലും criminally responsible ആയിട്ട് എടുക്കില്ല. While the BNS does not deal directly with the juvenile justice, BNS-ൽ juvenile justice directly വരുന്നില്ല എന്നുണ്ടെങ്കിലും the age of 18 remains important to determine the liability and trial procedure for an offender. അതായത് 18 വയസ്സിന് താഴെയാണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. അതാണ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി. അവർ നമ്മൾ അല്ലെങ്കിൽ അത്രയും ഇതാക്കണം, ഓക്കെ ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത്രയും മെന്റൽ കപ്പാസിറ്റി ഉള്ളതാണെന്നൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ മാത്രമേ നമ്മൾ ആ കുട്ടീനെ എന്താക്കി എടുക്കുള്ളൂ, അതിന് ഒഫൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള പണിഷ്മെന്റ്സ് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ഇത് ആ കുട്ടീന്റെ മേലെ വരുള്ളൂ. ദെൻ ലീഗൽ പ്രൊട്ടക്ഷൻ. By defining child clearly, BNS 2024 ensures that all minors receive special consideration and protection under criminal law, whether as victims or as accused persons, thereby promoting justice and welfare. So, BNS എന്താണ് ക്ലിയർലി ചൈൽഡ് എന്ന് പറഞ്ഞൊരു ഡെഫിനിഷൻ കൊടുത്ത് എന്താണ് അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് എൻഷുർ ചെയ്യുന്നത്? ദാറ്റ് ഒരു കുട്ടി ഈവൻ ഇഫ് അതൊരു വിക്ടിം ആയാലും അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയാലും അവർക്ക് ആ ഒരു സ്പെഷ്യൽ കൺസിഡറേഷനും പ്രൊട്ടക്ഷനും നമ്മൾ കൊടുക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ത്രൂ ദാറ്റ് നമുക്ക് എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യണം? ജസ്റ്റിസും അതുപോലെ തന്നെ വെൽഫെയറും പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അത്രയാണ് ചൈൽഡ് എന്ന ഡെഫിനിഷനിൽ വരുന്ന. ഒന്നുമില്ല, ചൈൽഡ് എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടീനെയാണ് നമ്മൾ ചൈൽഡ് എന്ന് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അവരെ എന്തിനാണ് നമ്മൾ അങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ പറഞ്ഞ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കാനാണ്. ഒരു ചൈൽഡ് വിക്ടിം ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ചൈൽഡിന് എന്തെങ്കിലും ചെയ്ത ആ ചൈൽഡിനെ വിക്ടിം ആക്കി അക്യൂസ്ഡ് ഉണ്ടല്ലോ, അയാൾക്ക് നമ്മൾ സ്പെഷ്യൽ പണിഷ്മെന്റ് കൊടുക്കും. ഓൺ ദി അതർ ഹാൻഡ് ഇപ്പം ചൈൽഡാണ് അക്യൂസ്ഡ് ആയിട്ടുള്ളതെന്നെങ്കിലും അവർക്ക് നമ്മൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ ചാടിക്കയറി അവരെ നമ്മൾ പണിഷ് ചെയ്യൊന്നുമില്ല. നമ്മൾ അവരുടെ മെന്റൽ കപ്പാസിറ്റിയും ഒക്കെ നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഇന്റൻഷൻ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള നോക്കിയിട്ടൊക്കെ അവർക്ക് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചൈൽഡ് എന്ന് പറഞ്ഞൊരു ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഏതെങ്കിലും ഒരു സെക്ഷനകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഫൻസിനകത്ത് ചൈൽഡ് എന്ന് പറഞ്ഞൊരു വേർഡ് വരികയാണെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? എ പേഴ്സൺ ഹു ഈസ് അണ്ടർ 18 years old. അത്രേ ഉള്ളൂ. അതാണ് ചൈൽഡ്. നെക്സ്റ്റ് ഇസ് കൗണ്ടർഫെയ്റ്റ്. കൗണ്ടർഫെയ്റ്റ് പറയുന്നത് സെക്ഷൻ 2 clause 4 ഓഫ് BNS-ലാണ്. എന്താണ് കൗണ്ടർഫെയ്റ്റ് എന്ന് പറയുന്നത്? A person is said to counterfeit when they made
one thing look like another with the intention to cheat or deceive someone or knowing that this may likely happen. അതായത് ഇപ്പൊ ഒരാള് മറ്റൊരു വ്യക്തിനെ പറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണ്. അതായത് അത് കാണുമ്പോൾ അറിയാം സംഭവം ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, പക്ഷെ അത് കാണുമ്പോൾ ഒറിജിനൽ പോലെ തന്നെ ഇരിക്കും. ആൻഡ് ഓൾസോ അത് എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരാളെ പറ്റിക്കണം അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിനെ പറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനാണ് കൗണ്ടർഫെയ്റ്റ് എന്ന് പറയുന്നത്. If someone makes something resemble another thing with the intention to mislead or trick people, or even if they know it might deceive others, it is called counterfeiting. ഒരാള് മറ്റൊരാളെ പറ്റിക്കണം, ഒന്നെങ്കിൽ മിസ്ലീഡ് ചെയ്യണം അല്ലെങ്കിൽ ട്രിക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു സാധനത്തിന്റെ കോപ്പി അല്ലെങ്കിൽ ലുക്ക് ലൈക്ക് ഉണ്ടാക്കുകയാണ്. അയാൾക്ക് എന്തും വേണം, അയാളത് കോപ്പി ഉണ്ടാക്കുകയും വേണം, അതുപോലെ തന്നെ അതിന്റെ ഇന്റൻഷനും പറ്റിക്കണം എന്നുള്ള ഇന്റൻഷൻ രണ്ടും അയാൾക്ക് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ കൗണ്ടർഫീറ്റിംഗ്, അയാൾ ചെയ്ത കാര്യം കൗണ്ടർഫീറ്റിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് രണ്ട് എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, it is not essential to counterfeiting that the imitation should be exact. അതായത് ഇപ്പൊ ഉണ്ടാക്കിയ കോപ്പി കറക്റ്റ് ഒറിജിനൽ പോലെ എക്സാക്ട്ലി ഒറിജിനൽ പോലെ തന്നെ വേണം എന്നില്ല. This means even if the copy is not perfect or identical, it can still be considered counterfeit if it can fool someone. അതായത് ഒറിജിനലിന്റെ പക്കാ കോപ്പി ആകണം എന്നില്ല, എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ഒബ്വിയസ്ലി. സോ ഈവൻ ഇഫ് അങ്ങനെ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പൊ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ അയാൾ വിശ്വസിച്ച് വാങ്ങിക്കും, ഓക്കെ ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ട് നമ്മൾ കൗണ്ടർഫെയ്റ്റിന്റെ അണ്ടറിൽ തന്നെ കൊണ്ടുവരുന്നതാണ്. രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ ആണ്, if the resemblance is such that it could deceive someone, it will be presumed that the person intended to deceive unless they prove otherwise. അതായത് അതിന്റെ റിസംബ്ലൻസ് കറക്റ്റ് അതുപോലെ തന്നെ, അതായത് കോപ്പി ഒറിജിനലിന്റെ പക്ക കോപ്പി ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ നമ്മൾ പ്രിസ്യൂം ചെയ്യും, നമ്മളങ്ങ് വിചാരിക്കും എന്ത്, ആ പേഴ്സൺ പറ്റിക്കാൻ വേണ്ടി തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് നമ്മൾ പ്രിസ്യൂം ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ ഉണ്ടാക്കിയ പേഴ്സൺ അവിടെ പ്രൂവ് ചെയ്യണം ഞാനിത് പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയെന്നുള്ളത്. ഹി നീഡ് ടു പ്രൂവ് ദാറ്റ്, വിച്ച് മീൻസ് അതൊരു റിബ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇൻ സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ, if what you made looks similar enough to trick someone, the law will automatically assume that you did it to cheat, unless you can prove you didn't intended to. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു ഒറിജിനലിന്റെ എന്തെങ്കിലും കോപ്പി നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ ലോ ബൈ ലോ എന്താ പ്രിസ്യൂം ചെയ്യുന്നത്, ഓക്കെ അത് പറ്റിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അയാൾ ഉണ്ടാക്കിയേക്കുന്നുള്ളത് അങ്ങ് പ്രിസ്യൂം ചെയ്യും. പക്ഷെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് അവിടെ നമ്മൾ പ്രൂവ് ചെയ്യാന്നുള്ളത്, ദാറ്റ് ഓക്കെ ഞാൻ അങ്ങനെയല്ല അതാക്കിയിട്ടുള്ളത് എന്നുള്ളത്. അതിന് എക്സാമ്പിൾ ആണ്, if a person makes a fake currency note that looks similar to a real one, even if it is not identical, it's counterfeit. അതായത് ഞാനിപ്പോ ഒരു കള്ളനോട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഇഫ് അത് ചിലപ്പം കറക്റ്റ് ഒറിജിനൽ നോട്ട് പോലെ അല്ലെങ്കിൽ കൂടിയും അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും, കൗണ്ടർഫെയ്റ്റ് ആണ് കൺസിഡർ ചെയ്യും. കാരണം എനിക്ക് കള്ളനോട്ട് അടിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ട് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. Then if someone creates a duplicate brand product with the intention to sell it as original, it is also counterfeiting. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ഏതെങ്കിലും ഇപ്പൊ ഒരു ഒറിജിനൽ ബ്രാൻഡിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കുകയാണ്, എന്നിട്ട് ഞാനത് വിൽക്കുകയാണ്, ഓക്കെ ഒറിജിനൽ ആണെന്നും പറഞ്ഞ് വിൽക്കുകയാണെങ്കിൽ അതും എന്താണ്, കൗണ്ടർഫെയ്റ്റിംഗ് ആണ്. അതായത് ഇപ്പൊ വലിയ വലിയ ഗൂച്ചി, പ്രാഡ അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡിന്റെ ഒക്കെ ബാഗ് ഒക്കെ നമുക്ക് കുറെ ഡ്യൂപ്ലിക്കേറ്റ്സ് കിട്ടും. അപ്പം പക്ക ഒരാളെ പറ്റിക്കുകയാണ്, ഇത് ഒറിജിനൽ ആണെന്നും പറഞ്ഞ് അത്രയും പൈസക്ക് അയാൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു, കൗണ്ടർഫെയ്റ്റിംഗ് ആണ് അവിടെ നടന്നിട്ടുള്ളത്. Then purpose under BNS, എന്തിനാണ് BNS കൗണ്ടർഫെയ്റ്റിംഗിനെ പറ്റി പറയുന്നത്? This definition is crucial in offenses related to fake currency, forged document, duplicate seals, stamps or brand marks, ഫ്രോഡുലന്റ് ഗുഡ്സ്. അതായത് ആൾക്കാർ ഫേക്ക് കറൻസി ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ കൗണ്ടർഫീറ്റിംഗ് ആണോ എന്നുള്ള വേർഡ് അവിടെ വരും. അതിന്റെ ഡെഫിനിഷൻ ആണ് ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഫോഴ്സ്ഡ് ഡോക്യുമെന്റ് ഇപ്പൊ കള്ള ഒപ്പോ അല്ലെങ്കിൽ കള്ള സീലൊക്കെ ഇട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കില്ല, അതാണ് ഫോഴ്സ്ഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് സീല്, സ്റ്റാമ്പ് അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ കമ്പനീന്റെ മാർക്സ് ആണ് ബ്രാൻഡ് മാർക്ക്. ദെൻ ഫ്രോഡുലന്റ് ഗുഡ്സ്, ഈ ഫ്രോഡുലന്റ് ഗുഡ്സും കൗണ്ടർഫീറ്റിംഗിന്റെ അണ്ടറിൽ വരും. It helps the law punish those who create, deceive copies of official or valuable items to protect public trust and prevent fraud. ഇത് എന്തിനാണ് ലോയിൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതായത്
ഒറിജിനൽ സാധനമാണെന്ന് പറഞ്ഞ അത്രയും പൈസക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിപ്പിക്കുന്ന ആൾക്കാര് അവരെ പണിഷ് ചെയ്യാനും പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൗണ്ടർ ഫീറ്റിംഗ് എന്നുള്ളൊരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് കൗണ്ടർ ഫീറ്റിംഗ് IPC പറഞ്ഞിട്ടുള്ള സെക്ഷൻ 28 ഓഫ് IPC കൗണ്ടർ ഫീറ്റിംഗ് എന്നുള്ളൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് ഡോക്യുമെന്റ്. ഡോക്യുമെന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 8 ഓഫ് BNS എന്താണ് ഡോക്യുമെന്റ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. A document means any content or information that is written, marked or shown on any material. അതായത് ഏതെങ്കിലും ഒരു പേപ്പർ അല്ലെങ്കിൽ സ്ക്രീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇതിനാണ് നമ്മൾ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ മാർക്ക് ചെയ്തേക്കുന്ന എന്ത് യൂസ് ചെയ്തിട്ടായിരിക്കാം? ഒന്നെങ്കിൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ അത് സിമ്പിൾസ് വരാം. ഓക്കെ, ഇത് നമുക്ക് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു മെറ്റീരിയൽ, ആ മെറ്റീരിയൽ ഏതാകാം? പേപ്പറോ സ്ക്രീനോ ഏതെങ്കിലും ആകാം. അതിനകത്ത് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉണ്ടാകും. ആ ഇൻഫർമേഷൻ ഒന്നുകിൽ അതിൽ റിട്ടൺ ആകാം, മാർക്ക്ഡ് ആകാം. സോ ചുരുക്കി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ എവിഡൻസ്. ഓക്കെ, എ ഡോക്യുമെന്റ് മീൻസ് എനി കണ്ടന്റ് ഓർ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് റിട്ടൺ, marked or shown on any material like a paper, screen or any other surface using letters, numbers or symbols and is meant to be used or can be used as evidence of what it says. അതൊരു എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ എവിഡൻസിനകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതിയിട്ടാകാം അല്ലെങ്കിൽ മാർക്ക് ചെയ്തേക്കായിരിക്കാം. അത് എവിടെ ആയിരിക്കും? ഒരു പേപ്പറിലോ സ്ക്രീനിലോ എന്തുമാകാം. ആൻഡ് ഈ പറഞ്ഞ മാർക്ക് ചെയ്തേക്കുന്ന എന്തെങ്കിലും ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാകാം, നമ്പേഴ്സ് ആകാം, എന്തുമാകാം. ഇൻ ഷോർട്ട് ഇറ്റ് ഇസ് എൻ എവിഡൻസ് ആണ്. ആൻഡ് ഇപ്പോ BNS വന്നിട്ടുള്ള ഒരു അഡീഷണൽ സംഭവമാണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സ് ആകാം, ലൈക് PDF, ഇമെയിൽ, സ്കാൻ ഫയൽസ്. അതെല്ലാം നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്പ്ലനേഷൻ ആണ്. ഇറ്റ് ഡസന്റ് മാറ്റർ ഹൗ ദ റൈറ്റിംഗ് ഓർ മാർക്സ് വെയർ മെയ്ഡ്. അതായത് ഇപ്പം ടൈപ്ഡോ പ്രിന്റഡോ ഹാൻഡ് റിട്ടണോ നമുക്ക് എഴുതിയിട്ടോ ടൈപ്പ് ചെയ്തതാണോ പ്രിന്റ് ചെയ്തതാണോ, ദാറ്റ് ഡസന്റ് മാറ്റർ. ഇപ്പം ടൈപ്പ് ചെയ്തതാണ് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് എവിഡൻസ് ഉണ്ടോ അത് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓർ വാട്ട് ദേ ആർ മെയ്ഡ് ഓഫ്, ഒന്നെങ്കിൽ പേപ്പർ ആകാം അല്ലെങ്കിൽ വുഡ്, കമ്പ്യൂട്ടർ സ്ക്രീൻ, എന്തിൽ വേണമെങ്കിലും ഇത് എഴുതാം. അതിന് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട്, അതിനകത്ത് എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓർ വെദർ ദേ ആർ ടു ബി യൂസ്ഡ് ഇൻ കോർട്ട് ഓർ സംവെയർ എൽസ്. അതായത് ഇത് നമ്മൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നില്ല. ഇഫ് അതിനകത്ത് എവിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും അത് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇറ്റ് സ്റ്റിൽ കൗണ്ട് ആസ് എ ഡോക്യുമെന്റ് ഇഫ് ഇറ്റ് ക്യാൻ സെർവ് ആസ് പ്രൂഫ് ഓഫ് സംതിങ്. അതായത് എന്തിനെങ്കിലും പ്രൂഫ് ആയിട്ട് നമുക്ക് അത് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഡോക്യുമെന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. കുറച്ച് ഇലുസ്ട്രേഷൻ ആണ്. ഇലുസ്ട്രേഷൻ വായിക്കുമ്പോൾ കുറച്ചും കൂടി സിംപ്ലി നമുക്ക് മനസ്സിലാവും. A written agreement showing the terms of a contract. അതായത് നമുക്കറിയാം രണ്ടാൾക്കാർ എന്തെങ്കിലും ഒരു ഡീഡിലേക്ക് കയറുന്നതിന് മുന്നേ അവരൊരു കോൺട്രാക്ട് ഉണ്ടാക്കും. അത് നമുക്കൊരു ഡോക്യുമെന്റ് ആയിട്ട് പ്രൊക്ലെയിം ചെയ്യാം അല്ലെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. Then a check given to a bank. നമ്മളൊരു ബാങ്കിൽ ഒരു ചെക്ക് കൊടുത്തു. അപ്പൊ ആ ചെക്ക് മടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ചെക്ക് ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് പവർ ഓഫ് അറ്റേർണി ഗിവിംഗ് സമ്മൺ ലീഗൽ അതോറിറ്റി. നമുക്കറിയാം പവർ ഓഫ് അറ്റേർണി എന്താണ്? അതൊരു ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എ മാപ്പ് ഓർ പ്ലാൻ ദാറ്റ് മേ ബി യൂസ്ഡ് ആസ് എൻ എവിഡൻസ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ആൾക്കാര് ഇപ്പൊ കൂട്ടക്കൊല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ആൾക്കാർ എന്തെങ്കിലും ഒഫൻസ് ചെയ്യുന്നതിന് മുന്നേ അവര് പ്ലാൻ ചെയ്ത എന്തെങ്കിലും ഒരു എവിഡൻസ്, അത് ഒരു പേപ്പറിനകത്ത് അവർ ആ പ്ലാൻ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ മാപ്പ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഒരു ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എ നോട്ട് ഓർ റിട്ടൺ ഇൻസ്ട്രക്ഷൻ. ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ഒഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നോട്ട് എഴുതി കൊടുക്കുകയാണ്, എന്തെങ്കിലും ഒരു പേപ്പറിൽ നമ്മൾ എഴുതി കൊടുത്തു എന്ന് വെച്ചോ, അതൊക്കെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നൗഡേയ്സ് നമുക്കറിയാം കൂടുതലും നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിപ്പോ ചാറ്റ് വഴിയാണ് ആൾക്കാർക്ക് ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ചാറ്റും നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കീ പോയിന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഡോക്യുമെന്റ്സ് ഇൻക്ലൂഡ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ ഫോംസ്. എക്സാമ്പിൾ പേപ്പർ കോൺട്രാക്ട്, ഡിജിറ്റൽ ഇമെയിൽസ്, വാട്സ്ആപ്പ് ചാറ്റ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
സോ ഫിസിക്കൽ ആയാലും ഡിജിറ്റൽ ഫോർമാറ്റ് ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എ ഡോക്യുമെന്റ് ഈസ് കൺസിഡേർഡ് സോ ഈവൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ കോർട്ട് ആസ് ലോങ് ആസ് ഇറ്റ് ക്യാൻ സെർവ് ആസ് പ്രൂഫ്. അതായത് നമ്മൾ കോടതിയിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും അതിനകത്ത് നമുക്ക് പ്രൂഫ് ആയിട്ട് കാണിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഡോക്യുമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ദിസ് ഡെഫിനിഷൻ ഈസ് ഇമ്പോർട്ടന്റ് ഫോർ കേസസ് ഇൻവോൾവിംഗ് ഫോർജറി, ഫ്രോഡ്, ചീറ്റിംഗ് ആൻഡ് ഇലക്ട്രോണിക് എവിഡൻസ്. അതായത് ഇപ്പം ആരെങ്കിലും ഫോർജറി എന്ന് പറഞ്ഞാൽ കള്ള ഡോക്യുമെന്റ് അല്ലെങ്കിൽ കള്ള പേപ്പേഴ്സ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ഫോർജറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ദാറ്റ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരാൾ ഒരു കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് ആ ഒരു പീസ് ഓഫ് പേപ്പർ, ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ പ്രൂഫായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇയാൾ ഈ കള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നതിന്റെ പേരിലാണ് ഞാനത് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ നമുക്ക് ആ ഒരു പേപ്പർ എന്തായിട്ട് യൂസ് ചെയ്യാം? ഒരു ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ബിക്കോസ് ഇറ്റ് സെർവ് ആസ് എ പ്രൂഫ് അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അതാണ് ഡോക്യുമെന്റ് പറയുന്നത്. ദെൻ ഡോക്യുമെന്റ് IPC പറഞ്ഞിട്ടുള്ളത് സെക്ഷൻ 29 ഓഫ് IPC ഇപ്പൊ BNS പറയുന്ന സെക്ഷൻ 2(8) ആണ്. ഇനി അടുത്തതാണ് ഹാർബർ. ഹാർബർ പറയുന്നത് സെക്ഷൻ 2(13) ഓഫ് BNS ഹാർബർ എന്താന്ന് പറയുന്നത്. ടു ഹാർബർ സംവൺ മീൻസ് ടു ഹെൽപ്പ് എ പേഴ്സൺ ഹൈഡ് ഓർ എസ്കേപ്പ് അറസ്റ്റ് ബൈ ഗിവിംഗ് ദം സപ്പോർട്ട് ഓർ ഷെൽട്ടർ ഇൻ എനി ഫോം. അതായത് ഒരാളെ നമ്മൾ ഹാർബർ ചെയ്തു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ഒന്നെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നോക്കുന്ന ഒരാള്, അല്ലെങ്കിൽ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ കൊടുക്കൂലേ ആൾക്കാരെ കാണാണ്ടാവുമ്പോൾ, അങ്ങനെ ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ എവിടെന്നെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഒളിച്ചിരിക്കാൻ വേണ്ടി ഹൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അയാളെ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ അതിനാണ് ഹാർബർ ചെയ്തു എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഗിവിംഗ് ഷെൽട്ടർ ഓർ പ്ലേസ് ടു ഹൈഡ്. അയാൾക്ക് ഒളിച്ചിരിക്കാനോ അല്ലെങ്കിൽ താമസിക്കാനോ നമ്മളൊരു സ്ഥലം കൊടുക്കുന്നു. പ്രൊവൈഡിങ് ഫുഡ്, വാട്ടർ ഓർ ക്ലോത്ത്സ്. അങ്ങനെ ഒരാൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം അല്ലെങ്കിൽ ക്ലോത്ത്സ് ഒക്കെ കൊടുക്കുന്നു. ദെൻ സപ്ലൈങ് മണി. അവർക്ക് ഈ ഒളിച്ചോടാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള പൈസ നമ്മൾ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഗിവൻ വെപ്പൺസ് ഓർ ട്രാൻസ്പോർട്ട്. അതായത് അവർക്ക് സ്വയം രക്ഷയ്ക്ക് എന്തെങ്കിലും വെപ്പണോ അല്ലെങ്കിൽ അവർക്ക് മാറാൻ വേണ്ടിയിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് പോവാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ശരിയാക്കി കൊടുക്കുന്നു. ഓർ ഹെൽപ്പിംഗ് ഇൻ എനി അതർ വേ സോ ദ പേഴ്സൺ ക്യാൻ അവോയ്ഡ് ഗെറ്റിംഗ് കോട്ട് ബൈ ദ പോലീസ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ആ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? പോലീസ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹാർബർ എന്ന് പറഞ്ഞതിനകത്ത് വരുന്നത്. കീ പോയിന്റ്സ് ടു അണ്ടർസ്റ്റാൻഡ്. The law covers all kinds of help, not just the ones listed. അതായത് എന്ത് കൈൻഡ് ഓഫ് ഹെൽപ്പ് ആണെങ്കിലും ആ ഒരു പേഴ്സണെ അറസ്റ്റിൽ നിന്ന് രക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ രക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ ഹാർബറിന്റെ അണ്ടറിൽ വരും. You don't need to hide someone in your house. Any form of support to escape arrest is considered harboring. അതായത് ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ ഒളിപ്പിക്കണം എന്നില്ല, അവരെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തോ അത് ഹാർബറിങ്ങിന്റെ അണ്ടറിൽ വരും. It applies especially in cases where a person is wanted by law or police. അതായത് ഇത് എസ്പെഷ്യലി ഏത് കേസിലാണ് കൂടുതൽ വരുന്നത്? അയാള് ബൈ പോലീസ് അല്ലെങ്കിൽ ബൈ ലോ വാണ്ടഡ് ആയിട്ടുള്ള ക്രിമിനൽസ് ഇല്ലേ, അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഹാർബറിങ്ങിന്റെ അണ്ടറിൽ വരുന്നത്. Why it matters in BNS 2024. This definition is crucial in offenses like helping criminals escape, hiding fugitives, assisting in avoiding arrest. അതായത് ക്രിമിനൽസ്, എന്തെങ്കിലും കുറ്റം ചെയ്ത ആൾക്കാരാണ് നമ്മൾ ക്രിമിനൽസ് എന്ന് പറയുന്നത്. അവരെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി, അവരെ രക്ഷപ്പെടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്യൂജിറ്റീവ്സ് എന്ന് വെച്ചാൽ ഈ എവിടെന്നെങ്കിലും ഒളിച്ചോടി വന്ന ആൾക്കാരെ ഒക്കെയാണ് നമ്മൾ ഫ്യൂജിറ്റീവ്സ് എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലും കുറ്റം ചെയ്ത് ഓടി വരുന്ന ആൾക്കാർ, അവരെ ഹൈഡ് ചെയ്യാൻ വേണ്ടി, ഒളിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരാളെ അറസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. Under BNS 2024, harboring a criminal is itself a punishable offense even if you did not commit the original crime. അതായത് ചിലപ്പോൾ നമ്മൾ ആ ശരിക്കുള്ള കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ആ കുറ്റം ചെയ്ത ഒരു വ്യക്തിനെ നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്നത് is also an offense എന്നാണ് പറയുന്നത്. So harboring is an offense. ഒരു എക്സാമ്പിൾ ആണ്, if someone robs a bank and hides in your house and you give them food and help them run away, you are harboring a criminal. You can be punished under the law.
ഒരാള് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച് നമ്മളുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് നമ്മൾ അവർക്ക് ഫുഡും കൊടുത്ത് ഓടിപ്പോകാനുള്ള ഹെൽപ്പും ചെയ്തു, ചിലപ്പോൾ പൈസയോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ശരിയാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഹാർബറിങ് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു ക്രിമിനലിനെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്തു, അതായത് ഹാർബറിങ് ചെയ്തു. ആൻഡ് വി ക്യാൻ ബി പണിഷ്ഡ് അണ്ടർ ദി ലോ. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ബൈ ലോ പണിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം BNS ഹാർബറിങ് പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 13 ഹാർബറിങ് എന്താന്ന് പറയുന്നത്. ആൻഡ് IPC നോക്കുകയാണെങ്കിൽ സെക്ഷൻ 52A പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതാണ് ഇഞ്ചറി. ഇഞ്ചറി BNS പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 2 ക്ലോസ് 14 ഓഫ് BSA. Injury means any kind of harm that is illegal caused to a person, not just to their body but also to their mind, reputation or property. Okay, injury എന്ന് വെച്ചാല് എനി കൈൻഡ് ഓഫ്, നമ്മൾ നോർമലി ഇഞ്ചുറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ മേത്ത് എന്തെങ്കിലും പറ്റിയാല്, നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ വന്നാൽ നമ്മൾ ഇഞ്ചേർഡ് ആയി അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റി എന്ന് പറയുന്നത്. പക്ഷെ ലോയില് ഇഞ്ചുറി എന്ന് പറയുന്നത് ജസ്റ്റ് ഫിസിക്കൽ ഹാം മാത്രമല്ല, നമ്മളുടെ ബോഡിക്ക് പറ്റുന്ന മാത്രമല്ല, എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? നമ്മുടെ മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി, ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ, അപകടം പറ്റിയാൽ അതിന് നമ്മൾ ഇഞ്ചുറി എന്ന് പറയും. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏതെങ്കിലും രൂപേണയുള്ള ഒരു ഹാം പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇഞ്ചുറി എന്ന് പറയുന്നത്. ആൻഡ് അത് എങ്ങനെ കോസ് ചെയ്തതായിരിക്കണം? ഇല്ലീഗലി കോസ് ചെയ്തതായിരിക്കണം, അതായത് ബൈ ലോ ആയിരിക്കരുത്, ഇല്ലീഗലി ആയിരിക്കണം. Any harm includes both physical and non-physical damage. The harm must be unlawful or illegal, that is not justified by law ആകരുത്. അപ്പം ഏതെങ്കിലും നമുക്ക് ഫിസിക്കലിയോ അല്ലെങ്കിൽ നോൺ ഫിസിക്കലിയോ സംഭവിക്കുന്ന ഡാമേജ് ആകാം ഈ പറഞ്ഞ ഹാം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ആ ഹാം എന്തായിരിക്കരുത്? ലോഫുൾ ആയിരിക്കരുത്, വിച്ച് മീൻസ് ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ ആയിരിക്കാം. ആൻഡ് ഇറ്റ് ക്യാൻ അഫക്ട്, എന്തിനൊക്കെ അഫക്ട് ചെയ്യാൻ പറ്റും? നമ്മളുടെ ബോഡീനെ അഫക്ട് ചെയ്യുന്ന ഹാം അല്ലെങ്കിൽ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മളുടെ ദേഹത്ത് എന്തെങ്കിലും വൂൺസ്, ബ്രൂസസ് ഓർ ബ്രോക്കൺ ബോൺസ്, അതായത് എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ ഇപ്പം ഒരഞ്ഞ് എന്തെങ്കിലും തട്ടി എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ബോൺസ്, എല്ലുകൾ പൊടിക്കുന്ന എന്തെങ്കിലും പറ്റി, എല്ലുകൾ പൊടിക്കുക മീൻസ് എല്ലൊടിയുന്നു, പൊടിക്കണ അല്ല എല്ലൊടിയണു, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അതായത് നമ്മളുടെ ബോഡിക്ക് ഹാം പറ്റി അല്ലെങ്കിൽ ബോഡിയിൽ ഇഞ്ചുറി പറ്റി എന്ന് പറയാം. രണ്ടാമത്തത് മൈൻഡിന് എങ്ങനെയാണ് ഈ ഇഞ്ചുറി പറ്റുന്നത്? ലൈക്ക് ഇമോഷണൽ ട്രോമ, മെന്റൽ സ്ട്രെസ് ഓർ സൈക്കോളജിക്കൽ ഡാമേജ്. അതായത് നമുക്ക് എന്തെങ്കിലും മെന്റൽ ട്രോമ ആരെങ്കിലും കാരണം ഉണ്ടാകുന്നു, അതായത് മെന്റൽ സ്ട്രെസ്. ചിലപ്പോൾ ഒരാൾ നമ്മളോട് ചെയ്തത് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് അടിക്കോ അല്ലെങ്കിൽ അടിക്കാൻ വേണ്ടി കൈ ഊന്നിയിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ നമുക്കതൊരു ട്രോമയായി മാറി. അതായത് പിന്നെ നമുക്ക് പേടിയാണ്, അയാളെ കാണുമ്പോൾ നമുക്ക് പേടി വരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും കൈ ഇങ്ങനെ പൊന്തിക്കുമ്പോൾ നമുക്ക് പേടി വരുന്നു. അതൊക്കെ എന്താണ്? നമുക്ക് അവിടെ ഒരു ട്രോമ ഉണ്ടായതുകൊണ്ടാണ്. സോ അതാണ് ഈ മൈൻഡിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൈൻഡിൽ നമുക്ക് ഉണ്ടാവുന്ന ഇഞ്ചുറീസ്. Then reputation, like defamation, insults or damaging someone's social image. അതായത് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ ഇമേജ് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. അതിന് ഇല്ലീഗലി ആരെങ്കിലും എന്തെങ്കിലും നമുക്കെതിരെ ഒരാള് നമ്മൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞു, അപ്പൊ എന്താ അവിടെ ഉണ്ടാവും? നമ്മൾ അവിടെ ഒരാളെ ഡിഫെയിം ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്തു, കുറെ ആൾക്കാരുടെ മുന്നിൽ ഒരു ആവശ്യവും ഇല്ലാതെ നമ്മൾ ഒരാളെ ഇൻസൾട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ്? അത് നമ്മുടെ റെപ്യൂട്ടേഷന് വരുന്ന ഒരു ഇഞ്ചുറിയാണ്. ദെൻ പ്രോപ്പർട്ടീനെ നമ്മൾ എങ്ങനെ ഇഞ്ചുറി ചെയ്യുന്നത്? ലൈക്ക് ഡിസ്ട്രോയിങ് ഓർ സ്റ്റീലിംഗ് ബിലോങ്ങിങ്സ്. നമ്മളുടെ പ്രോപ്പർട്ടീനെ ആരെങ്കിലും ഡിസ്ട്രോയ് ചെയ്തു, ഇപ്പൊ നമ്മളെ വീട് ആരെങ്കിലും വന്നിട്ട് ബുൾഡോസർ എടുത്ത് വന്നിട്ട് അത് നശിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ഒരാൾ ഡിസ്ട്രോയ് ചെയ്തു. അല്ലെങ്കിൽ നമ്മളുടെ പ്രോപ്പർട്ടിന്ന് എന്തെങ്കിലും സ്റ്റീൽ ചെയ്തുകൊണ്ട് പോകും, നമ്മുടെ സമ്മതം ഇല്ലാതെ നമ്മുടെ ഒരു സാധനം ഒരാൾ എടുത്തിട്ട് പോയാൽ അതിനെ സ്റ്റീലിംഗ് എന്ന് പറയും. ആ സ്റ്റീല് അങ്ങനെ മോഷ്ടിക്കുമ്പോൾ അതും നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന ഒരു ഇഞ്ചുറിയാണ്. സോ മെയിൻലി എന്തിനൊക്കെയാണ് ഇപ്പൊ ഇഞ്ചുറി ഉണ്ടാകുക? ബോഡി, മൈൻഡ്, റെപ്യൂട്ടേഷൻ ആൻഡ് പ്രോപ്പർട്ടിക്കൊക്കെയാണ് ഇഞ്ചുറി ഉണ്ടാകുന്നത്. Then why it matters in BNS? BNS എന്താണ്? Why does it matter? This definition is used in various offenses. ഈ പറഞ്ഞ ഇഞ്ചുറി എന്ന് പറഞ്ഞ ഒരു വേർഡ് നമ്മൾ പല പല ഒഫൻസസിൽ പറയുന്നുണ്ട്. ലൈക്ക് ഹേർട്ട് ഓർ ഗ്രീവിയസ് ഹേർട്ട്, അസോൾട്ട്, ക്രിമിനൽ ഇന്റിമിഡേഷൻ, ഡിഫമേഷൻ, തെഫ്റ്റ് ഓർ ഡാമേജ് ടു പ്രോപ്പർട്ടി. ഇവിടെ ഒക്കെ നമ്മൾ ഈ പറഞ്ഞ ഇഞ്ചുറി എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇഞ്ചുറിയുടെ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇറ്റ് ഹെൽപ്സ് ടു court decide whether the victim has suffered any illegal harm even if there is no physical injury. So that നമ്മളിപ്പോ ഒരു കേസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറഞ്ഞ പോലെ ഫിസിക്കൽ ഇഞ്ചുറി ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ ഈ പറഞ്ഞ ആ ഒരു
ആ ഒരു കോഴ്സ് കാരണം നമുക്ക് ഒന്നെങ്കിൽ മെന്റൽ ട്രോമയോ അല്ലെങ്കിൽ റെപ്യൂട്ടേഷന്റെ പ്രശ്നം വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാൻ പറ്റും അണ്ടർ ഈ പറഞ്ഞ ഇഞ്ചുറി സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഇഞ്ചുറി ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒരാൾ കാരണം നമുക്കിപ്പോ മെന്റൽ ട്രോമ ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷന് പ്രശ്നം വരാം, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രശ്നം വരാം, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും നമ്മുടെ ബോഡിക്ക് പ്രശ്നം വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ട് അയാൾക്കെതിരെ കേസ് കൊടുക്കാം. സോ എന്താണ് ഈ പറഞ്ഞ ഇഞ്ചുറി എന്ന് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇഫ് സമ്മൺ ബീറ്റ്സ് യു അപ്പ്, ഒരാൾ നമ്മളെ അടിക്കുകയാണ്, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ബോഡിക്ക് ഇഞ്ചുറി പറ്റി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇഫ് സമ്മൺ സ്പ്രെഡ്സ് ഫോൾസ് റൂമേഴ്സ് അബൌട്ട് യു, അതായത് നമ്മളെ പറ്റിയിട്ട് ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ എല്ലായിടത്തും പറഞ്ഞു നടക്കാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ ഇഞ്ചുറി പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇഫ് സമ്മൺ ബ്രേക്സ് യുവർ കാർ വിൻഡോസ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല, നമ്മുടെ കാർ വിൻഡോ ഒരാൾ വന്നിട്ട് തകർത്തു, അതിലെന്താണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഇഞ്ചുറി പറ്റിയെന്ന് പറയാൻ പറ്റും. If someone threatens you constantly causing stress, it's injury to your mind. അതായത് ഒരാൾ ഒരു ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മളിങ്ങനെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടാക്കി, വിച്ച് മീൻസ് നമുക്ക് അവിടെ മൈൻഡ് ഇഞ്ചുറി, അതായത് നമുക്ക് മെന്റലി നമ്മൾ അയാൾ ടോർച്ചർ ചെയ്തു എന്നും പറഞ്ഞ് നമുക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഇഞ്ചുറിയുടെ അണ്ടറിൽ വരുന്നത്. അപ്പോ BNS ഇത് പറഞ്ഞിട്ടുള്ള സെക്ഷൻ 2/14 ദെൻ IPC ഇറ്റ് വാസ് സെഡ് ഇൻ സെക്ഷൻ 44 ഓഫ് IPC ഇഞ്ചുറി എന്താന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ആണ് പബ്ലിക് സർവന്റ്. പബ്ലിക് സർവന്റിനെ പറ്റിയിട്ട് പറയുന്നത് സെക്ഷൻ 2/28 ഓഫ് BNS പബ്ലിക് സർവന്റ് ആരാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞാൽ. A public servant is any person who performs duties for the government or for the public in any official capacity, either directly or indirectly. This includes a wide range of officials working in the military, courts, administration and public service. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണ് ഒരു പബ്ലിക് സർവന്റ്? ഗവൺമെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ പബ്ലിക് സർവന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആരൊക്കെ വരാം? മിലിറ്ററി ഓഫീസേഴ്സ് വരാം, അല്ലെങ്കിൽ കോർട്ടിലുള്ള ഓഫീസേഴ്സ് വരാം, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് സർവീസസ്, ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ പബ്ലിക് സർവന്റ് എന്നാണ് പറയുന്നത്. നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് നോക്കാം ആരൊക്കെയാണ് പബ്ലിക് സർവന്റിൽ വരാന്ന് പറഞ്ഞാൽ. ഫസ്റ്റ്, ഓഫീസേഴ്സ് ഇൻ ദ ആർമി, നേവി ഓർ എയർഫോഴ്സ്. ആർമിയിലും നേവിയിലും എയർഫോഴ്സിലുള്ള ഓഫീസേഴ്സ് ഒക്കെ പബ്ലിക് സർവന്റ്സ് ആണ്. Then, judges or anyone legally authorized to make decisions or perform judicial function. അതായത് ജുഡീഷ്യറിയുടെ കാര്യങ്ങൾ നോക്കുന്ന, അതായത് ജഡ്ജസോ അല്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റ് പറയാൻ പറ്റുന്ന ആരെങ്കിലും, ജഡ്ജിന്റെ അതേ പൊസിഷനിലുള്ള ജഡ്ജ്മെന്റ് പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ലീഗലി അവർക്ക് ആ പറഞ്ഞ അതോറിറ്റി വേണം, അങ്ങനെയുള്ള ആൾക്കാർ, ഇൻ ഷോർട്ട് നമുക്ക് ജഡ്ജ് എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ പെർഫോം ജുഡീഷ്യൽ ഫംഗ്ഷൻസ്, ഏതെങ്കിലും ജുഡീഷ്യൽ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പബ്ലിക് സർവന്റ് എന്ന് പറയാം. ദെൻ കോർട്ട് ഓഫീസേഴ്സ്. കോർട്ട് ഓഫീസേഴ്സ് എന്ന് വെച്ചാൽ കോടതിയിൽ വർക്ക് ചെയ്യുന്ന ലിക്വിഡേറ്റേഴ്സും റിസീവേഴ്സും കമ്മീഷണേഴ്സ് ഒക്കെ ഉണ്ട്. അവര് ദോസ് ഹു കീപ് കോർട്ട് റെക്കോർഡ്സ്, അഡ്മിനിസ്റ്റർ ഓത്ത്സ്, ക്യാരി ഔട്ട് കോർട്ട് ഓർഡേഴ്സ്. കോടതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെയാണ് ഈ പറഞ്ഞ കോർട്ട് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. ഓർ ഇന്റർപ്രറ്റ് ഇൻ കോർട്ട്, അതായത് ഇന്റർപ്രിട്ടേഷൻ, കോർട്ടിൽ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോർട്ട് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് മീൻസ് കോടതിയിൽ പണിയെടുക്കുന്ന ആൾക്കാർ, ലിക്വിഡേറ്റേഴ്സ്, റിസീവേഴ്സ്, കമ്മീഷണേഴ്സ് ഒക്കെ. ദെൻ അടുത്തതാണ് പഞ്ചായത്ത് മെമ്പേഴ്സ് ഓർ അസസേഴ്സ് ഹെൽപ്പിംഗ് കോർട്ട്സ് ഓർ ഒഫീഷ്യൽസ്. അതായത് പഞ്ചായത്ത് മെമ്പേഴ്സോ അല്ലെങ്കിൽ കോർട്ട് ഒഫീഷ്യൽസിന് ഹെൽപ്പ് ചെയ്യുന്ന, വിച്ച് മീൻസ് എന്തെങ്കിലും കോടതിയിൽ എന്തെങ്കിലും ഈ പറഞ്ഞ നോട്ടീസുകളൊക്കെ കൊടുക്കാണ്ട് വാറണ്ടും സമൻസ് ഒക്കെ കൊടുക്കാനുള്ളപ്പം കൊടുക്കുന്ന ആൾക്കാരില്ലേ, അങ്ങനത്തെ ഉള്ള ആൾക്കാരാകാം. അല്ലെങ്കിൽ ആർബിട്രേറ്റേഴ്സ് ഓർ പേഴ്സൺസ് ഗിവൻ എനി കേസ് ടു ഡിസൈഡ് ഓർ റിപ്പോർട്ട് ഓൺ ബൈ എ കോർട്ട് ഓർ അതോറിറ്റി. ആർബിട്രേറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം കോടതിയുടെ പുറത്ത് റിസോൾവ് ചെയ്യത്തില്ല ചില പ്രശ്നങ്ങളൊക്കെ, ഇപ്പം ഇങ്ങനെ ലോങ് ടേം ഇതിന്റെ കേസിന്റെ പുറകിൽ നടക്കണ്ട എന്നുള്ള താല്പര്യമുള്ള ആൾക്കാര്. അതുപോലെ തന്നെ ADRന് പോകും, ഓൾട്ടർനേറ്റ് റിസോൾവിംഗ് സൊല്യൂഷനത്ത് പോകും. അപ്പൊ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ആർബിട്രേറ്റേഴ്സ് ആയിരിക്കും അവിടെ സൊല്യൂഷൻസ് കൊടുക്കുന്നത്. അപ്പൊ ഈ ആർബിട്രേറ്റേഴ്സിനെ ആരായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? പബ്ലിക് സർവന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. Then anyone empowered to confine people like jail officers, police custody officials. അതായത് ആൾക്കാരെ പിടിച്ചു വെക്കാൻ പറ്റുന്ന ആൾക്കാർ. ആരാണ് ഈ ആൾക്കാരെ പിടിച്ചു വെക്കാൻ പറ്റുന്ന ആൾക്കാര്? ജയിൽ ഓഫീസേഴ്സ്, പിന്നെ പോലീസ് കസ്റ്റഡി ഒഫീഷ്യൽസ്. അതായത് ഈ പറഞ്ഞ പോലീസിനകത്ത് തന്നെ വരുന്ന ആൾക്കാരുണ്ടാകൂലോ,
അതായത് ഇപ്പോ ഒരു ജയിലിന്റെ സൂപ്രണ്ടന്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്കിയുള്ള ആൾക്കാർ കുറ്റം ചെയ്ത ബാക്കിയുള്ള ആൾക്കാർ വെറുതെ ഉള്ള ആൾക്കാരല്ല, കുറ്റം ചെയ്ത ആൾക്കാർ എന്ത് ചെയ്യാം, കൺഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും. അവരും പബ്ലിക് സെർവൻസ് ആണ്. ദെൻ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഹൂസ് ഡ്യൂട്ടി ഈസ് ടു പ്രിവെന്റ് ക്രൈംസ്, റിപ്പോർട്ട് ക്രൈംസ്, ക്യാച്ച് ക്രിമിനൽസ്. അത് ആരൊക്കെ വരാം? ഈ പറഞ്ഞ പോലീസ്, CBI ഒക്കെ വരാം അല്ലെ. എന്താണ്, ക്രൈം പ്രിവെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രിമിനൽസിനെ ക്യാച്ച് ചെയ്യുന്നു, അവരൊക്കെ പബ്ലിക് സെർവൻസ് ആണ്. ദെൻ പ്രൊട്ടക്ട് പബ്ലിക് ഹെൽത്ത്, സേഫ്റ്റി ഓർ കൺവീനിയൻസ്, അവരും ആരാണ്? പബ്ലിക് സെർവൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ദെൻ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഹു ഹാൻഡിൽ ഗവൺമെന്റ് മണി, ലാൻഡ് ഓർ പ്രോപ്പർട്ടി, അവരും പബ്ലിക് സെർവന്റ് ആണ്. ദെൻ കണ്ടക്ട് സർവേ, അസസ്മെന്റ്സ് ഓർ കോൺട്രാക്ട്സ്, investigate or report on issues affecting government finances, keep official records or documents. അതായത് ഗവൺമെന്റ് ഓഫീസേഴ്സ്, ഇവര് എങ്ങനത്തെ ഉള്ള ഓഫീസേഴ്സ് ആണ്? ഗവൺമെന്റിന്റെ മണി ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ലാൻഡ്, പ്രോപ്പർട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സർവേ എടുക്കാൻ നിൽക്കുന്നു, അസസ്മെന്റ്, കോൺട്രാക്ട് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നു. ദെൻ എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഫിനാൻസസിന്റെ കാര്യങ്ങളെ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ദെൻ കീപ് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഓർ ഡോക്യുമെന്റ്സ്, ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ റെക്കോർഡ്സും ഡോക്യുമെന്റ്സും കീപ്പ് ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെ പബ്ലിക് സെർവൻസ് ആണ്. ദെൻ ഓഫീസേഴ്സ് മാനേജിംഗ് വില്ലേജ്, ടൗൺ ഓർ ഡിസ്ട്രിക്ട് പ്രോപ്പർട്ടി ഓർ ടാക്സസ്, ഓർ ഹു മെയിൻറ്റെയിൻ പബ്ലിക് റെക്കോർഡ്സ് ഓർ സർവേസ് ഫോർ ലോക്കൽ പീപ്പിൾ, അവരും ആരാണ്? പബ്ലിക് സെർവൻസ് ആണ്. Then officers handling elections such as preparing or updating voter list, conducting elections, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്താണ്? പബ്ലിക് സെർവൻസ് ആണ്. അപ്പോ ഇത്രയും പറഞ്ഞ ആൾക്കാര് നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? പബ്ലിക് സെർവന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ഇത്രയും ആൾക്കാരെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളത് പബ്ലിക് സെർവന്റ് ആയിട്ടെന്ന്? കാരണം നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളൊരു സെക്ഷൻ ആയിരുന്നു, പബ്ലിക് സെർവൻസ് എന്തെങ്കിലും കുറ്റം ചെയ്താൽ എന്താണ് അവർക്ക് കിട്ടുന്ന ശിക്ഷ? കുറച്ചും കൂടി എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും കുറ്റം ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ശിക്ഷയാണ് ഇവർക്ക് കിട്ടുന്നത്. കാരണം അവര് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ ദേ ആർ അവർക്ക് ബാക്കിയുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നൊരു ചുമതലയുള്ള ആൾക്കാരാണ്. അവര് തന്നെ കുറ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കും? ഒരു എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആണ് ബൈ ലോ കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ ഇവർക്ക് എന്താണ്? പ്രൊട്ടക്ഷനും ഉണ്ട്. ഇവരെ ബാക്കിയുള്ള ആൾക്കാരെക്കാട്ടിയും കുറച്ചും കൂടി കൂടുതൽ പ്രൊട്ടക്ഷനും ലോയില് കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ പബ്ലിക് സെർവന്റ് ആരാണെന്ന് എടുത്ത് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. Then other person who work for or are paid by the government, work for a local authority, public corporation or government company, ഇവരൊക്കെ എന്താണ്? ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ പബ്ലിക് സെർവന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. Then why this matters in BNS? ഇത് എന്തിനാണ് BNS ഇത് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, this definition is important because many offenses in BNS like bribery, obstruction or assault have special provisions and higher punishments when committed by or against a public servant. ഒന്നെങ്കിൽ ഒരു പബ്ലിക് സെർവന്റ് ഈ പറഞ്ഞ കുറ്റങ്ങൾ ചെയ്യുകയോ, അല്ലെങ്കിൽ പബ്ലിക് സെർവന്റിന്റെ എതിരെയാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് അവര് വിക്ടിം ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ്? ഒരു എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പബ്ലിക് സെർവന്റ് ആരാണെന്ന് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് a police officer refusing to arrest a criminal. ഒരു പോലീസ് ഓഫീസർ ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? അവിടെ പബ്ലിക് സെർവന്റിന്റെ മിസ്കണ്ടക്ട് ആണ്, മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല. അപ്പൊ അവിടെ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്തായിരിക്കും? ഒരു എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആയിരിക്കും കിട്ടുന്നുള്ളത്. Then a tax official taking bribes, offenses by a public servant. ഒരു ടാക്സ് ഒഫീഷ്യൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കുന്നു, ബ്രൈബ് വാങ്ങിക്കുന്നു. ബ്രൈബ് എന്ന് പറയുന്നത് ബ്രൈബിന്റെ മീനിങ് എന്തായിരുന്നു? കൈക്കൂലി വാങ്ങിക്കുന്നതിനാണ് നമ്മൾ ബ്രൈബ് വാങ്ങിക്കുക എന്ന് പറയുന്നത്. സോ കൈക്കൂലി വാങ്ങുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ അയാള് പബ്ലിക് സെർവന്റ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുകയാണ്. സോ ദാറ്റ് കംസ് അണ്ടർ, അങ്ങനൊരു
ഒഫൻസ് അയാൾ ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് പണിഷ്മെന്റ് ആയിരിക്കും. ഓക്കെ, ദെൻ എ പേഴ്സൺ അസോൾട്ടിങ് എ ജഡ്ജ് ഓർ ഇലക്ഷൻ ഓഫീസർ. ഇനി ഇവർക്കെതിരെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു ജഡ്ജിനെയോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ഓഫീസറിനെ മറ്റൊരു പേഴ്സൺ, ഒരു സാധാരണക്കാരൻ വന്ന് അസോൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒഫൻസ് അഗേൻസ്റ്റ് പബ്ലിക് സർവന്റ്. പബ്ലിക് സർവന്റിനെതിരെ നമ്മൾ ഒരു ഒഫൻസ് ചെയ്യുകയാണ്. സോ അവിടെ നമ്മൾ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുത്തിട്ട് ആ ചെയ്ത ആള്, ആ അക്യൂസ്ഡിന് അവിടെ നമ്മൾ എൻഹാൻസ്ഡ് പണിഷ്മെന്റ് കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ അവരുടെ കാര്യം നമ്മൾ എക്സ്ട്രാ ഇതിട്ട് നോക്കുന്നതായിരിക്കും. അതാണ് പബ്ലിക് സർവന്റിനകത്ത് പറയുന്നത്. ആൻഡ് പബ്ലിക് സർവന്റ് BNS പറഞ്ഞിട്ടുള്ളത് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 2 clause 28 ആണ്. IPC it was said in section 21 of IPC. The next ആണ് acts done by several persons in furtherance of common intention. അത് പറയുന്നത് BNS സെക്ഷൻ 3 clause 5 of BNS acts done by several persons in furtherance of common intention. അതായത് ഒരേ ഇന്റൻഷനോട് കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഒരു കാര്യം ചെയ്യുകയാണ്. When two or more person commits a crime together with a shared plan or intention, then each person is held equally responsible, even if only one of them actually carried out the act. അതായത് ഇപ്പോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആൾക്കാര് ഒരേ ഉദ്ദേശത്തോടു കൂടി ഒരു ഒഫൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ പണിഷ്മെന്റ് ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ ആൾക്കാരെ ഈ പറഞ്ഞ കറക്റ്റ് കുറ്റം ഒന്നോ രണ്ടോ ആൾക്കാരെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇത് ചെയ്യാനായിട്ട് 2-3 പേരായിട്ട് ഗ്യാങ് ആയിട്ടാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു ഫുൾ ഗ്യാങ്ങിനും ആ പണിഷ്മെന്റ് കിട്ടുന്നതായിരിക്കും, ആസ് ഇഫ് അവർ ഓരോരുത്തരും ആ കുറ്റം ചെയ്തതുപോലെ. Key points: the law applies when there is a common intention to commit a criminal law. അവിടെ എന്തൊക്കെ വേണം? ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം ഒരു കോമൺ ഇന്റൻഷൻ വേണം, ആ കുറ്റം ചെയ്യണം എന്നുള്ളൊരു കോമൺ ഇന്റൻഷൻ വേണം. Then the act is done together or in furtherance of the shared intention. And ആ ഒരു കാര്യം ആ ഒരു കുറ്റം ചെയ്തതില്ലേ, ആ കുറ്റം ഇവർ ഒരുമിച്ച് ചെയ്തതായിരിക്കണം, ആ ഒരു ഇന്റൻഷനോട് കൂടി. ഓക്കെ, ഇപ്പൊ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് 5 പേര് ഒരുമിച്ച് പോവുകയാണ്. എന്നിട്ട് ചിലപ്പം അതിനകത്ത് 5 പേരും കൂടി ഇപ്പൊ ഒരുമിച്ച് കത്തിയെടുത്ത് കുത്തൂലല്ലോ, ഒരാളായിരിക്കും കത്തിയെടുത്ത് കുത്തിയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് കോടതിയിൽ പോകുമ്പോൾ പറയാൻ പറ്റില്ല നമ്മളാരും കൊന്നിട്ടില്ല, ഇയാള് മാത്രമേ കത്തിയെടുത്ത് കുത്തിയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവർ 5 പേര് അങ്ങോട്ട് പോയതെന്തിനാണ്? അയാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ആൻഡ് അവിടെ ആക്ട് ചെയ്തു, അയാളെ കൊന്നു എന്നുണ്ടെങ്കിൽ വിത്ത് എന്താണ്, ആ ഷെയർഡ് ഇന്റൻഷനോട് കൂടിയാണ് കൊന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇവർ 5 പേരും അതിന് ലയബിൾ ആയിരിക്കും. Even if one person physically does the crime, all those who shared the plan or supported it are equally guilty. ഒരാൾ മാത്രമേ ചിലപ്പോൾ ആ ഒരു ഒഫൻസ്, കാരണം ഇപ്പം 5 പേരായിട്ട് പോകുന്നുണ്ടെങ്കിൽ 5 പേരും അത് ചെയ്യണം എന്നില്ല, ഒരാളെ ശരിക്കും ആ ഒരു കാര്യം ചെയ്യുള്ളൂ. പക്ഷെ 5 പേരും എന്തായിരിക്കും? ഗിൽറ്റി ആയിരിക്കും എന്നാണ് പറയുന്നത്. Then everyone involved is punished the same way as if they did it by themselves. അതായത് ഓരോരുത്തരും ആ ഒരു ക്രൈം ചെയ്തതിന് തുല്യമായിരിക്കും. അതായത് ഓരോ ആൾക്കാരും ആ ഒരു വ്യക്തിനെ കൊന്നതിനുള്ള തുല്യമായിരിക്കും അവർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: 3 people plan to rob a shop. 3 ആൾക്കാർ ഒരു ഷോപ്പ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് പോയി. One stands guard outside. ഒരാൾ പുറത്ത് നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടേ ഉള്ളൂ. One breaks in. ഒരാൾ എന്ത് ചെയ്തു? ഉള്ളിലേക്ക് അത് മറ്റേ ഷട്ടർ തുറന്നോ അല്ലെങ്കിൽ മേലിൽ നിന്ന് ഓട് കുത്തി പറിച്ചോ ഉള്ളിലേക്ക് കയറി. One collects the money. 3-മത്തെ ആളാണ് മണി ശരിക്കും അവിടുന്ന് എടുത്തിട്ടുള്ളത്. Even if only one person enters the shop, all 3 are equally liable for the robbery because they acted with a common intention. അപ്പൊ ഇവിടെ ഒരാൾ മാത്രമാണ് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓക്കെ നമ്മൾ പുറത്ത് നിന്നിട്ടേ ഉള്ളൂ, അയാൾ മാത്രമേ ഉള്ളിൽ കയറി മോഷ്ടിച്ചുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവര് 3 ആളും ആ ഒരു കോമൺ ഇന്റൻഷനോട് കൂടിയാണ് പോയിട്ടുള്ളത്. എന്താണ് അവിടെ ഇന്റൻഷൻ? മോഷ്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തായിട്ടാ കൺസിഡർ ചെയ്യുന്നത്? എല്ലാവരും ആ ഒരു ഒഫൻസിന് പണിഷബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഈക്വലി എല്ലാവരും റെസ്പോൺസിബിൾ ആണെന്നാണ് പറയുന്നത്. വൈ ഇറ്റ് മാറ്റേഴ്സ് ഇൻ BNS എന്ന് വെച്ചാൽ ദിസ് ഗ്രൂപ്പ് ഫെയർലി, അല്ലെ, എല്ലാവരും ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരാളെ മാത്രം കുറ്റം ചെയ്ത ഒരാളെ മാത്രം നമ്മൾ
അപ്പൊ അൺജസ്റ്റിസ് ആയി. കാരണം ഇവരെല്ലാം ഒരുമിച്ച് ചെയ്തിട്ട് ഒരാൾക്ക് മാത്രം നമ്മൾ പണിഷ്മെന്റ് കൊടുത്താൽ അത് അവിടെ അൺജസ്റ്റിസ് ആണ്. No one can escape responsibility by claiming they didn't directly commit the crime. അല്ലെങ്കിൽ ഒരിക്കലും എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല, ഓക്കെ നമ്മൾ ഡയറക്റ്റ് ആ ക്രൈം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്തുള്ള ഒരാളെ നമ്മൾ രക്ഷപ്പെടുത്താൻ പാടില്ല. നോ വൺ ക്യാൻ എസ്കേപ്പ് റെസ്പോൺസിബിലിറ്റി ബൈ ക്ലെയിമിങ് ദേ ഡിഡ്ന്റ് ഡയറക്ട്ലി കമ്മിറ്റ് ദ ക്രൈം. ഇപ്പൊ നമുക്കിപ്പം അതിന് വേറെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ഒരാളെ അടിക്കാൻ വേണ്ടി ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ട് വിടാണ്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് പറയാൻ പറ്റില്ലല്ലോ ഞാനല്ലല്ലോ അടിച്ചു, ഗുണ്ടകളെ വിട്ടിട്ടല്ലേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ആ ഗുണ്ടകൾ പോയത് നമുക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതൊരു വേറൊരു എക്സാമ്പിൾ ആണ്. അത് ഈ ഒരു സെന്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഡയറക്ട്ലി ചെയ്തില്ല, മറ്റൊരാളാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. It helps deal with the crime done in groups such as riots, gang attacks, joint theft or conspiracies. അതായത് ഈ പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ നമുക്ക് എന്തിലൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? എന്തെങ്കിലും റയോട്ട്സ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഗാങ് അറ്റാക്ക്, ജോയിന്റ് തെഫ്റ്റ്, കോൺസ്പിറസീസ് ഒക്കെ ആൾക്കാർ ഇറക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതിനകത്ത് ഇപ്പൊ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം, അയാൾ വന്നിട്ട് പറയാണ് ഓക്കെ ഞാൻ അവിടെ നിന്നിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആ പ്ലാന്റെ അത്രയും ഒന്നും പോയില്ല, ഞാൻ ജസ്റ്റ് പുറത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ടോ എന്ന് നോക്കിയതേ ഉള്ളൂ, എന്നെ വെറുതെ വിടണം എന്നൊന്നും നമുക്ക് അവിടെ പോയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് എല്ലാവരും ആ ഒരു ഇന്റൻഷനോട് കൂടിയാണ് ആ ഒരു പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പൊ അത്രയാണ് അതിൽ പറയുന്നത്. ദെൻ ഇത് സെക്ഷൻ 3 ക്ലോസ് 5 ഓഫ് BNS-ലാണ് ഈ പറഞ്ഞ ഗ്യാങ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഡെഫിനിഷൻസിൽ